കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും അതുപോലെ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും കൂടെയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതുമാത്രമല്ല, സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗുരു പരമ്പരയിലെ പ്രധാനിയായിട്ടുള്ള ചിന്താലേശനെക്കുറിച്ച് മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരവും കൂടിയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ ചെയ്തു പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്ന ഭഗവാനുമായിട്ട് വളരെ ദീർഘകാല ബന്ധമുള്ള, സന്യാസ പരമ്പരയിൽ തന്നെ വളരെ പ്രമുഖനായിട്ടുള്ള അദ്വൈതാനന്ദ ആശ്രമത്തിലല്ലേ ശങ്കരാചാര്യ മഠത്തിലെ പിൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. സ്വാമി അദ്വൈതാനന്ദപുരി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരു അറിവിൻ്റെ നിറകൂടം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. വളരെ കാലം ആൾക്കാർക്ക്, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. അതുപോലെ ആശ്രമത്തിൽ വളർന്ന ആൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതിൻ്റേതായ ഒരു രീതി, ഒരു ആശ്രമ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് രാമകൃഷ്ണദേവനെ പോലെ, രാമകൃഷ്ണദേവന് വിവാഹം കഴിച്ചു, ഭാര്യാസമേതനായി ജീവിച്ചു, സന്യാസ ജീവിതം അതുപോലെ ജീവിതം നയിച്ചു പോകുന്ന ഒരു മഹാത്മാവാണ്. അതിലുപരി അദ്ദേഹം അഗാധമായി ജ്യോതിഷ പാണ്ഡിത്യമുള്ള ആളാണ്, ജ്യോതിഷ പണ്ഡിതനാണ്. ഇപ്പോൾ ജ്യോതിഷം എന്ന മഹാശാസ്ത്രത്തെ വളരെ ആധികാരികമായി പഠിച്ച് വിശകലനം ചെയ്ത് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ, പല രീതിയിലുള്ള പല കാര്യങ്ങൾ, അത് ആധ്യാത്മിക വഴികളിലൂടെ ആവട്ടെ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാവട്ടെ, ജ്യോതിഷപരമായിട്ടാവട്ടെ, ഇത്രയും അഗാധമായ ജ്ഞാനം ഉള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമുക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. സ്വാമി നമസ്കാരം. ഭഗവാന്റെ ഈ ചാനലിൽ വരാനും ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ എത്രയോ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പകുതിയും അല്ലെങ്കിൽ പൂർത്തീകരണവും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങ് ഭഗവാന്റെ ചാനലിൽ നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഭഗവാന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ സ്വന്തം പുത്രനെ പോലെ വളർത്തി
അങ്ങയെ വലുതാക്കിയത് ചിന്താലയം ഭഗവാനാണെന്ന് എനിക്കറിയാം. സത്യത്തിൻ്റെ മഹാ അവതാരമായിരുന്നു ചിന്താലയം ഭഗവാൻ എന്നുള്ള കാര്യം പോത്തൻകോട് പരിസരത്തുള്ള ആളുകളോ മറ്റ് ജില്ലകളിലുള്ള ആളുകളോ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടായിരുന്ന ഒരു മഹാവതാരമായിരുന്നു ചിന്താലയം ഭഗവാൻ. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 1989 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഭഗവാനെ ആദ്യമായി കാണുന്നത്. കാരണം 88 എൻ്റെ ആശ്രമ ജീവിതം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി. 89 ഇങ്ങനെ ഒരു ആശ്രമമുണ്ടെന്നും അദ്ദേഹം ഒരു മഹായോഗിയാണെന്നും ചില സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. കണ്ടു തൊഴുതു. പിള്ള ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ എൻ്റെ 11 വയസ്സ് മുതൽ ഉള്ള ആശ്രമ ജീവിതത്തെക്കുറിച്ചും കാതികനായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ച് കേട്ടു. എനിക്കിപ്പോൾ ഇത്തിരി തിരക്കുണ്ട്, പിള്ള പോയിട്ട് വരൂ എന്നായിരുന്നു ആദ്യം എന്നോട് പറഞ്ഞ മറുപടി. വരണം എന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. ഈ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനാണെന്ന് ഞാൻ. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ ഔറിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 6:30 മുതൽ വൈകുന്നേരം വരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുക പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്, തിരഞ്ഞെടുപ്പിൽ ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഈ ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ ഒരു ദിവസം ഭഗവാനെ ഞാനവിടെ ചെന്നു. അദ്ദേഹം എന്നെ കുറച്ച് പേരെ സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പിള്ള വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്, പിള്ളയ്ക്ക് പറ്റിയ ജോലിയല്ലോ ഇപ്പം. അന്ന് ഞാൻ നല്ല വെള്ള വസ്ത്രവും വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും ഇട്ടാണ് പോകുന്നത്. പിള്ള ഇതിനു വേണ്ടി ജനിച്ച ആളല്ല. ഇപ്പം തന്നെ ഈശ്വരീയമായി കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ, ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. സരസ്വതി ദേവി കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതനുസരിച്ച് അങ്ങ് പോയാൽ മതി. ഇനി ഒരിക്കലും പിള്ള ഈ വേണ്ടാത്ത കാര്യത്തിന് പോകരുത്. ഞാൻ പറഞ്ഞ എല്ലാവരും കൂടെ പ്രേരിപ്പിച്ച് നിർത്തിയതാണ് ഭഗവാനെ. ഒരു 100-150 വോട്ട് കിട്ടി എന്ന് പറയുകയും ചെയ്തു. സത്യം സാറേ, 148 വോട്ട് കിട്ടി. ഒരാൾ പോലും അവിടെ BJPയിലില്ല, BJP പ്രവർത്തകരേയില്ല. ഈ ഭഗവാന്റെ ആശ്രമം ഉൾപ്പെടെ ഇരിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ വാർഡ്, പൂലന്തറ വാർഡ്. അതെ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. പിന്നീട് ഞാൻ ഇലക്ഷനിൽ നിന്നിട്ടുമില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ സനാതന പ്രവർത്തകനാണ്. കാരണം എനിക്കത് കളയാനാവില്ല. ഞാനും അങ്ങും നമ്മുടെയൊക്കെ ഭഗവാനും ജനിച്ചു വളർന്ന നാടാണ് ഭാരതം. അതെ. 66,000 ഋഷീശ്വരന്മാർ ഭാരതത്തിൽ എക്കാലവും ഉണ്ടാവുമെന്നാണ് പുരാണങ്ങളും ഉപനിഷത്തും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരു ഋഷി സമാധിയായാൽ ആ സ്ഥാനത്ത് വേറൊരു ഋഷി വരും. അങ്ങനെ 66,000 എന്ന് പറയുന്നത് ഒരു സംഖ്യ കൂടുകയോ ഒരു സംഖ്യ കുറയുകയോ ചെയ്യില്ല. അങ്ങനെ 66,000 ഋഷീശ്വരന്മാരും 33 കോടി ദേവതകളും പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും അഷ്ടദിക്പാലകനും അടങ്ങുന്ന പ്രപഞ്ച ഭരണകർത്താക്കളാണ് ഇന്ത്യയെ മാത്രമല്ല ഭൂലോകത്തെ ഭരിക്കുന്നത്. ഇന്ത്യയുടെ 14 ലോകത്തെയും ഭരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങയുടെ ഈ ഭവനത്തിൽ കാലുകുത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഭഗവാൻ ചിന്താലയം ഭഗവാന്റെ പുത്രനായി വളരാൻ കഴിഞ്ഞെങ്കിൽ അങ്ങ് കഴിഞ്ഞു പോയ അനേകം മനുഷ്യജന്മങ്ങളിൽ മഹത്തായ പുണ്യകർമ്മങ്ങൾ ചെയ്തു. അതിലൊട്ടും സംശയമില്ല. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, മുഹൂർത്തം ജ്വലിതം ശ്രേയ നജധൂമായി ഇതം ചിരം. അതായത് പാപകർമ്മങ്ങൾ ചെയ്ത് സുദീർഘകാലം ജീവിക്കുന്നതിനേക്കാൾ പുണ്യകർമ്മം ചെയ്ത് വളരെ കുറച്ചു കാലം ജീവിച്ചാൽ മതി.
ആ കുറച്ചു കാലത്തെ പുണ്യസമൃദ്ധകമായ ജന്മത്തിലൂടെ, ജീവിതത്തിലൂടെ ഈ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുവാൻ കഴിയും. ഇപ്പം 120 വയസ്സ് വരെ എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്നു എന്ന് ഞാൻ മഹത്തായ ഒരു കാര്യം പോലെ പറയുന്നതിൽ അർത്ഥമില്ല. ഈ 120 വർഷം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെ പുണ്യം ചെയ്തു എന്നതിനെ പ്രസക്തിയുള്ളൂ. എന്നതുപോലെ കഴിഞ്ഞുപോയ എത്രയോ ജന്മങ്ങളിൽ പുണ്യം ചെയ്തിട്ട് വന്ന ആത്മാവാണ് ജയനാരായൺജി എന്ന് പറയുന്ന അങ്ങയുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ചിന്താലയം ഭഗവാന്റെ അടുത്തെത്തിയത്. അല്ലെങ്കിൽ അങ്ങ് ഒരു പക്ഷേ ടാറ്റയെ ബിർളയെ പോലെ ഒരു കോടീശ്വരനാകുമായിരുന്നു, വ്യവസായിയാകുമായിരുന്നു, ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു ആപ്തവാക്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾ 1,00,000 പേർക്ക് ആഹാരവും വസ്ത്രവും 1,00,000 പേർക്ക് വീടും വെച്ച് കൊടുത്തു എന്നിരിക്കുക താമസിക്കാൻ. നേരെ മറിച്ച് നിങ്ങൾ ഒരാളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ ആളിന് ആത്മജ്ഞാനം പകർന്നു കൊടുത്താൽ അതാണ് പുണ്യമെന്ന് ഞാൻ പറയും. വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ഇംഗ്ലീഷിലെ അത് ഞാൻ ഡിഗ്രിക്ക് പഠിപ്പിച്ച ഒരു ലേഖനം അതിലുള്ളതാണ്. അപ്പോൾ ഒരാൾ ആധ്യാത്മിക വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഒരു പുണ്യം വേറെയില്ല. ചിന്താലയം ഭഗവാന്റെ സകല അനുഗ്രഹത്തിനും പാത്രീഭൂതനായ അങ്ങ് ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പുണ്യമാണ്. അങ്ങിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അങ്ങയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജന്മം കൊണ്ട് പൂർണ്ണമായി. അതായത് ഡെലിവറൻസ് ഫ്രം ബോണ്ടേജ് ഓഫ് മെറ്റീരിയൽ ലൈഫ്, ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള പൂർണ്ണമോചനം എന്ന് വെച്ചാൽ അർത്ഥം പറയണ്ടല്ലോ, മോക്ഷം. അത് തന്നെയാണ് ചിന്താലയം ഭഗവാനെക്കുറിച്ച് എത്ര ദിവസങ്ങൾ പറഞ്ഞാലും തീരില്ല. വേദവ്യാസ മഹർഷിയെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് മഹാവിഷ്ണു തന്നെ എന്നാണല്ലോ പറയുക. വിഷ്ണു സഹസ്രനാമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. മഹാവിഷ്ണു തന്നെയാണ് വ്യാസൻ. അവതാരമെന്ന് പറയണ്ട, അദ്ദേഹം തന്നെ. അതുപോലെ ചിന്താലയം ഭഗവാൻ സമൂഹത്തിലെ ഏറ്റവും കുറഞ്ഞ ഒരു ജോലിയിൽ നിന്ന് ഞാനവിടെ ചെന്ന് ഈ ഇലക്ഷനും കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് ഞാൻ ഇന്ദുപിള്ളേ തോറ്റുമല്ലേ, ഞാൻ അന്നേ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് എനിക്കതിൽ വിഷമമൊന്നുമില്ല. വിഷമം കാണില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പിള്ളേ ഞാൻ കുറച്ചു കാലം അഭേദാശ്രമത്തിലുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഹിമാലയത്തിലേക്ക് പോയി ഏറെക്കാലം അവിടെ ഇരുന്നു. എനിക്ക് ഈശ്വര കൃപയുണ്ടായിരിക്കും കുഞ്ഞെ, എനിക്കൊരു നല്ല ഗുരുവിനെ കിട്ടി. അദ്ദേഹത്തിൽ നിന്ന് നേടിയ അറിവാണ് ഞാനിപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറേ ഞാൻ സത്യം പറയാണ്, ആ ഭഗവാൻ ഇരുന്ന കെട്ടിടത്തിൻ്റെ അപ്പുറത്തൊരു ചെറിയ ഇടവഴി റോഡിലേക്ക് ഇറങ്ങാനുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഭഗവാന്റെ വസ്തുവാണല്ലോ. അവിടെ ഒരു കെട്ടിടമുണ്ട്. എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇവിടെ വരുമ്പോൾ അവിടെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യണം. പ്രാണായാമം എനിക്കറിയാം, ഇതിനറിയാം. നീ അത് ചെയ്യണം പിള്ള, ചുമ്മാ ഇരിക്കരുത്, എപ്പോഴും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ ഉള്ള അറിവ് വർദ്ധിക്കും. ഇപ്പോഴേ എഴുത്തൊക്കെ ഉണ്ടല്ലോ, നേരത്തെ പലതും അതിന് മുമ്പേ ഞാൻ എഴുതുമായിരുന്നു, പുസ്തകങ്ങൾ എഴുതും. അപ്പോൾ അത് അപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സരസ്വതിയുടെ നോട്ടം ഉണ്ടല്ലോ. തിരുവോണം ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രക്കാരനാണ് ഞാൻ. അപ്പം എൻ്റെ ജാതകത്തിൽ തന്നെ ഉണ്ട് സരസ്വതി കടാക്ഷം ഉണ്ടെന്ന്. ഭഗവാൻ പറഞ്ഞത് സത്യമായി സാറേ. സത്യം പറഞ്ഞാൽ ശിവപുരാണം എഴുതുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ബ്രഹ്മനാഥം എന്ന് പറയുന്ന ഒരു മാസികയുടെ ചീഫ് എഡിറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നാണ് മാസിക പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് കായംകുളത്തുള്ള ഒരാശ്രമത്തിന് വേണ്ടിയായിരുന്നു ആ മാസിക ഇറക്കിയത്. അപ്പോൾ അതിൽ ഞാൻ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം എഴുതും, ഭാഗവത അമൃതം എന്ന പേരിൽ. അതൊരു 7-8 കൊല്ലം മാസിക നിന്നു. പിന്നീട് ഇത് ഏറ്റെടുത്ത സുനിലിന് സാമ്പത്തിക ബാധ്യത വന്നുകൊണ്ട് ആ മാസിക നിന്നുപോയി. അങ്ങനെ അതിൽ ഭാഗവതം എഴുതിയിട്ടുണ്ട്. ശിവപുരാണം എഴുതുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ മാസിക നടത്തിയവൻ തന്നെ കടക്കാരനായി ബുദ്ധിമുട്ടി ഒരു ദിവസം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അന്ന് ഞാൻ സന്യാസമായിട്ടില്ല. എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം സാർ, എനിക്ക് ഒരുപാട് കടമായിപ്പോയി, എനിക്ക് ഒരു പുസ്തകം എഴുതി തരണം. ഞാൻ പറഞ്ഞ ആ ഭാഗവതം മാസികയിൽ വന്നത് നീ ബുക്കായിട്ട് ഇറക്കുക. അത് ബുക്കായിട്ട് ഇറക്കിയെങ്കിലും എനിക്ക് വിചാരിച്ച പോലെ കടം തീർക്കാൻ പറ്റിയില്ല.
ഞാൻ ചോദിച്ചു ഏത് പുസ്തകം വേണം? അത് ശിവപുരാണം വേണം. നാരായൺജി, ഞാൻ സത്യം അങ്ങയോട് പറയുകയാണ്, എനിക്ക് ശിവപുരാണം എഴുതാൻ കഴിയുമെന്നോ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നുമില്ല. കാരണം അഭേദാശ്രമം അങ്ങേക്കറിയാമല്ലോ, വൈഷ്ണവമാണ്. അവിടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാത്രിയും പകലുമായി. ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ രാത്രിയും പകലും ഇല്ലാത്ത ഒരു ഇത് കാണില്ല. സദാ 24 hours ആ മന്ത്രധ്വനി അവിടെ ഇങ്ങനെ പ്രോജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് പുള്ളിയെ പറഞ്ഞു വിട്ടു. ഞാനിങ്ങനെ ആലോചിച്ചു. ചിന്താലയം ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാനെ ഇങ്ങനെ ഒരു അഭിപ്രായം, പിള്ളയ്ക്ക് എന്തും കഴിയും, പിള്ളേങ്ങ് എഴുതിയാൽ പോരെ. ഞാൻ അന്നേ പറഞ്ഞല്ലോ പിള്ളയുടെ മുകളിൽ സരസ്വതി ദേവിക്കൊരു നോട്ടമുണ്ടെന്ന്. പിന്നെ സാമ്പത്തികം പിള്ളയ്ക്ക് കഷ്ടം, ആഹാരത്തിന് പോലും കിട്ടുന്നത് തികയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം പിള്ളേ, ഈ പോക്കറ്റിൽ കിടക്കേണ്ട എടുത്ത് കണ്ടവർക്ക് കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് ചീത്ത വിളിയൊന്നും കേൾക്കരുത്. സാറേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് അതാണ്. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആ ധ്വനി പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിള്ളേരുടെ കയ്യിലുള്ളതെല്ലാം എടുത്ത് കൊടുക്കും മറ്റുള്ളവർക്ക്. എന്നിട്ട് അന്നൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകും സാറേ, ഈ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകളിലും മറ്റ് സാംസ്കാരിക വേദികളിലുമൊക്കെ. അന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ പൈസ വാങ്ങൂല, ദക്ഷിണ വാങ്ങൂല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിലും ഞാൻ പഠിച്ചതനുസരിച്ച് ആത്മീയ വിഷയങ്ങൾ പറയാൻ പോകുമ്പോൾ അതിന് പൈസ വാങ്ങണ്ട. ട്യൂട്ടോറിയൽ പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കൊച്ചു പൈസ കിട്ടുമല്ലോ. അന്ന് ഒരു മണിക്കൂറിന് 10 രൂപയൊക്കെയാണ്, അറിയാമല്ലോ സാറ്. 5 മണിക്കൂർ പഠിപ്പിച്ചാൽ നമുക്ക് കിട്ടണത് 50 രൂപയാണ്. ഒന്നും ആവില്ല. അത് കടം വയ്ക്കും. അതെ, കടം വയ്ക്കും. അതാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പൈസ വാങ്ങില്ല. എന്നിട്ട് കൂടെയുള്ള സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 10-20 രൂപ വാങ്ങിച്ചിട്ടാണ് ബസ് കയറി വീട്ടിലെത്തുക. ഇങ്ങനെ ഒരു വളരെ പതറ്റിക്കായിട്ടുള്ള ഒരു ലൈഫായിരുന്നു എൻ്റെ. അപ്പോൾ ഞാനത് ഭഗവാന്റെ അടുത്ത് പറഞ്ഞപ്പം ഭഗവാൻ ഇത് തന്നെ എന്നോട് ആവർത്തിച്ചുകൊണ്ടിരുന്നു. സരസ്വതിയുടെ നോട്ടം ഉണ്ടല്ലോ, പിള്ള അങ്ങ് എഴുതിക്കൊണ്ടാൽ മതി, എഴുതാനൊക്കെ പറ്റും. ഭഗവാന്റെ അനുഗ്രഹം കൂടെ കൊണ്ടാണ് സാറേ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നു. ശിവപുരാണം എവിടെ കിട്ടും? അപ്പോൾ ശിവപുരാണങ്ങൾ പല ലോക്കൽ എഴുതിയുണ്ട്, അത് ശിവപുരാണം ആവുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പട്ടന് ജീവിച്ചിരുന്നു. അത് ഇപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശിവപുരാണം ഉള്ളതായിട്ട് ഒരാൾ പറഞ്ഞു. ഞാൻ ചെന്ന് അദ്ദേഹത്തോട്, നമ്പൂതിരിയാണ്, ഭയങ്കര ചിട്ടക്കാരനാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചെത്ത് പൊടിഞ്ഞ ഒരു ശിവപുരാണം 4 ചുറ്റും ബൈൻഡുണ്ട്, ബൈൻഡ് കട്ടി ബൈൻഡ്. ഇതെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ ഇതൊരു വലിയ നിധിയായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്, ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എനിക്ക് നിങ്ങളുടെ ഈ ഭാവവും ഇരിപ്പും മട്ടും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തരണമെന്ന് തോന്നി, ഇത് കൊണ്ടുപോയിക്കോളൂ. ഇത് പറ്റുമെങ്കിൽ ഇത് എഴുതിയെടുത്തിട്ട് എനിക്കിനി തിരിച്ചു തരാൻ മനസ്സ് തോന്നണമെങ്കിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തിരിച്ചു തരാം. അതെങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പല പേജുകളും പൊടിഞ്ഞു പോയി. ആ പൊടിഞ്ഞ പേജുകൾ പിള്ള എഴുതിയെടുത്തിട്ട് ബാക്കി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ സാറേ തിരിച്ചുകൊണ്ട് കൊടുത്തു. അതിരുന്നങ്ങ് എഴുതി. ദിവസം 14 മണിക്കൂർ വെച്ചു. 6 മാസം ഒറ്റ ഇരിപ്പെന്ന് തന്നെ പറയാം ഇരുന്ന് ശിവപുരാണം എഴുതി തീർത്ത് ഇവനെ വിളിച്ചു. എഴുതുന്ന ഇവൻ കൊണ്ടുപോയി കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ വിളിച്ചു കൊടുത്തു. പുസ്തകം ഇറങ്ങിയപ്പം തന്നെ അവൻ, ഞാൻ എന്താ എനിക്ക് അങ്ങയോട് ദിവ്യത്വമുള്ളവർ അങ്ങയോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, കോപ്പിറൈറ്റ് അവൻ്റെ പേരങ്ങ് വെച്ചു. സാധാരണ പുസ്തകത്തിൽ സാറിന് അറിയാമല്ലോ, കോപ്പിറൈറ്റിൽ ഒന്നുകിൽ ആധാർ അല്ലെങ്കിൽ ആ പബ്ലിക് കമ്പനിയുടെ പേര്. ഇത് ഇപ്പോൾ ആധാർ എന്ന് വെക്കുന്നതിന് പകരം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി എന്ന് വെച്ചു. ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ ചോദിച്ചു എന്താ സുല്ല, ഞാൻ നിനക്ക് ഈ പുസ്തകം എഴുതി തന്നിട്ട് അത് സ്വാമിക്ക് വിഷമം. അപ്പോൾ ഞാൻ സന്യാസമായി. ശിവപുരാണത്തിൻ്റെ ആ കാലത്താണ് സന്യാസമായത്. 2004 ഒക്ടോബർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സുല്ല ഇങ്ങനെയായത്? അത് കമ്പ്യൂട്ടർ എടുത്തവന് പറ്റിയ അബദ്ധമാണ്. സ്വാമിക്ക് വിഷമമൊന്നും തോന്നണ്ട, അത് നിറഞ്ഞ മനസ്സോടെ ഇനി തന്നേക്കണം, ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേക്കണമെന്ന് പറഞ്ഞ് വക്കീലിനെ കൊണ്ട് അവിടെ വിറ്റ് തയ്യാറാക്കി പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് വന്നത്.
ഈ കോപ്പിറൈറ്റ് അവനാണെന്ന്. ആണെന്ന്. അതെ, ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. കാരണം അവിടെ തർക്കിച്ചാൽ ഭഗവാന്റെ ആ ഭഗവാന്റെ സ്വത്തല്ലേ സാറേ, ഭഗവാനല്ലേ അതിനകത്ത്. അതെ, അതെനിക്ക് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഞാൻ എഴുതി പോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പേരിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു പേര് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ, പബ്ലിഷിംഗ് കമ്പനിക്ക് ഒരു പേര് വേണമല്ലോ, അത് സ്വാമിയുടെ വരണം, വന്നിട്ട് നമുക്കൊരു നല്ല ജ്യോത്സ്യൻ അട്ടക്കുളങ്ങരയുണ്ട്, അട്ടക്കുളങ്ങര ഒരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം കബഡി നിരത്തി. ഇവൻ പറയുന്ന ഇവൻ്റെ ഭാര്യയുടെ പേര്, ഇവൻ ഭാര്യയുടെ നക്ഷത്രത്തിൻ്റെ പേര്, ഇതൊക്കെ ഇട്ടിട്ടൊന്നും ദൈവാധീനം വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ജ്യോത്സ്യർ പറഞ്ഞു, താങ്കൾ കാവി അലി ധരിച്ചിരിക്കുന്നത്, കാവിക്കൊരു വിലയുണ്ടല്ലോ, ഒരു മഹത്വം ഉണ്ടല്ലോ, താങ്കൾ ഒരു പേര് പറയൂ നോക്കട്ടെ. അപ്പോൾ വളരെ വയസ്സായ ജ്യോത്സ്യരാണ്. സുനിലും പറഞ്ഞ് സ്വാമി പറയണം. ഞാൻ പറഞ്ഞ ആർഷ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഋഷി എന്നാണ്. അവിടെ സ്ത്രീ കൂടെ ചേർക്കുമ്പോൾ ലക്ഷ്മി ചൈതന്യം വന്നു. ആർഷശ്രീ അങ്ങൊന്ന് നോക്കാൻ പറഞ്ഞു. സാറേ സത്യം നോക്കിയപ്പോൾ വ്യാഴം 11. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വ്യാഴം 11 എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ വ്യാഴം ഉള്ളതുപോലെയാണ്, തുല്യമാണ്, ഒരു കുഴപ്പമില്ല, ഇതങ്ങ് സ്വീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി എന്നിട്ട് ആദ്യത്തെ പുസ്തകമാണ് ശിവപുരാണം. എത്രയോ എഡിഷനായി, എത്രയോ ലക്ഷം കോപ്പികൾ വിറ്റു, രക്ഷപ്പെട്ട് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളാണല്ലോ. എനിക്ക് വലിയ സന്തോഷമായി. പിന്നീടാണ് ഞാൻ ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞ് പുസ്തകം ഇറങ്ങി എഴുതാൻ ഞാൻ അന്ന് പറഞ്ഞല്ലോ, അത് ഇറങ്ങുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ഭഗവാൻ അവിടെ അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടെ പലരും വരുന്നുണ്ട്. വന്നിട്ട് കുടുംബകാര്യങ്ങൾ പറയാനാണ് വരുന്നതെന്ന് ഭഗവാന് വരുമ്പോഴേ അറിയാം. അപ്പോഴും തന്നെ പറയും, എന്താ ഭഗവാനെ സ്വാമിയെ കാണാൻ വന്നാണ്, കണ്ടല്ലോ പൊയ്ക്കോളൂ. ഭഗവാൻ അങ്ങനെ പറയുമായിരുന്നു അന്ന്, സാറിന് ഓർമ്മയുണ്ടോ? പൊയ്ക്കോളൂ പിള്ളേ, ഇവിടെ മന്ത്രവാദവും തുള്ളലും ഒന്നുമില്ല, എന്നെ ഉപദ്രവിക്കരുതേ. ചിലരെടുത്ത് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കരുതേ, ബുദ്ധിമുട്ടിക്കരുതേ, ഞാൻ ഇവിടെ മര്യാദയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന ഭൂമിയിൽ ഇരിക്കുകയാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വസ്തുവിൽ പലരും ചുരണ്ടി എടുത്തു കുറേ. ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ എന്നെ ദ്രോഹിച്ചിട്ടുള്ളവരും എൻ്റെ അയൽപക്കക്കാരായിട്ടുണ്ട് എന്നൊക്കെ ഭഗവാൻ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കും സാറേ, ഈ മഹത്തുക്കളെ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത നമ്മുടെ മാനവ സമൂഹം എത്ര ദുരിതപൂർണമാണ്, കഷ്ടമാണെന്ന്. ഇവരൊക്കെ മനുഷ്യരെ പോലെ ജീവിക്കുന്നെങ്കിലും ഇവരുടെ പ്രവൃത്തിയെല്ലാം മൃഗങ്ങളുടേതാണ്. സത്യം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെ നിന്ന് അത് ദൈവാധീനം എന്തിനു വേണ്ടി ജനിച്ചു, തൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഉണ്ണുക, ഉണ്ണികളെ സൃഷ്ടിക്കുക, ഉറങ്ങുക, മൈഥുനം നടത്തുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. പരമദയനീയമാണ് മനുഷ്യജീവിതം. അങ്ങനെ ഭഗവാനുമായിട്ട് അടുത്തടുത്താണ് സാറേ ഞാൻ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനായത്. ഈ തിരുവനന്തപുരത്ത് അഭേദാശ്രമത്തിൽ ചെന്ന് കിടക്കും, അവിടെ ഉച്ചയ്ക്ക് ചെന്നാൽ ഊണുണ്ട്, ഉണ്ടെങ്കിൽ കിട്ടും, പിന്നെ ബാക്കി ഹിന്ദു സംഘടനകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അങ്ങനെ ജീവിച്ച ഒരാളാണ് ഞാൻ. കാരണം 11 വയസ്സിൽ അവിടെ എത്തി, കുഞ്ഞിലെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ച് കൊണ്ട് ഞാൻ അവിടെ എത്തപ്പെട്ടത് കൊണ്ട് ഞാൻ മനുഷ്യനായി. അതിന് കാരണം എൻ്റെ ജാതകത്തിലെ സന്യാസയോഗമാണ്. അതെ, വ്യാഴൻ ഉച്ചൻ കർക്കടകത്തിൽ, കന്നിയിൽ ബുധൻ, ലഗ്നത്തിൽ തുലാൻ ലഗ്നം, അവിടെ ബുധൻ ഉച്ചൻ, അവിടെ ശനി നിൽക്കുന്നു. ശനി ഉച്ചക്ഷേത്രം. പക്ഷേ ഞാൻ അനുഭവിച്ചതെല്ലാം ഇങ്ങനെയാണ്. അങ്ങേപോലെ ഉള്ള ഒരാളോടാകുമ്പോൾ അത് പറയാമല്ലോ. പക്ഷേ ഞാൻ മറ്റാരോടും ഇത് പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ച് ആർക്കും ഇപ്പോഴും ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ നാട്ടുകാർക്ക്, ഞാൻ ജനിച്ച് നെന്നട്ടുകാവിലാണ്, പോത്തൻകോട് നിന്ന്. അതെ, നെന്നട്ടുകാവിലാണ്. അവിടെയുള്ള ആളുകൾക്ക് ഞാൻ എങ്ങനെ വളർന്നു, എങ്ങനെ ജീവിച്ചു എന്നൊന്നും ഇപ്പോഴും എൻ്റെ സഹോദരങ്ങൾക്ക് പോലും അറിയത്തില്ല. എല്ലാവർക്കും കുറ്റം പറയാനുള്ളത് ഇവൻ നമുക്കൊന്നും തരുന്നില്ല, ഇവൻ എന്തൊക്കെയോ ഉണ്ടെന്നാണ്. എനിക്കുള്ളത്, എന്നിലുള്ളത് അങ്ങയെ കുഞ്ഞിലെ ചിന്താലയം ഭഗവാൻ വളർത്തിയതുപോലെ എന്നിൽ ഉള്ളത് ഗുരുക്കന്മാരുടെ ഡോക്ടർ മാവേലിക്കര അച്ഛൻ സാറ്, എ വി ശങ്കര സാറിനറിയാമല്ലോ. എ വി ശങ്കര സാറിന് അറിയാതെ എത്രയോ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും. വിഷ്ണുനാരായണൻ നമ്പൂരി സാറ്,
ആറന്മുള പി എൻ ഗോപാല മാസ്റ്റർ ഇങ്ങനെ പറയുന്ന ഗുരുക്കന്മാരുടെ മുമ്പിൽ ഇരുന്നാണ് ഞാനിതെല്ലാം പഠിച്ചത്. കാരണം അന്ന് അഭേദാശ്രമത്തിൽ അല്ലെങ്കിൽ അപ്പുറത്ത് തീർത്ഥപദ മണ്ഡപത്തിൽ പുരാണ ക്ലാസ്സില്ലാത്ത ഒരു ദിവസം പോലുമില്ല. എൻ്റെ അറിവിൽ തീർത്ഥപദ മണ്ഡപത്തിൽ ക്ലാസ് ഇല്ലാതിരുന്നത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന 84 ഒക്ടോബർ ഒക്ടോബർ 2 4 ആ തീയതിയിലാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാത്രി മഴയായാലും മഞ്ഞായാലും തീർത്ഥപാദ മണ്ഡപത്തിൽ ആരെങ്കിലും ഒരു ആചാര്യം വന്ന് ക്ലാസ് എടുക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്കൊരു നല്ല മനുഷ്യനാവാൻ പറ്റിയത്. സത്യം. അപ്പോൾ ചിന്താലയം ഭഗവാനെക്കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിലും എത്ര മാസങ്ങളായാലും ഈ പറയാറില്ലേ, പത്മനാഭ സ്വാമിയെക്കുറിച്ച് വിവരിക്കാൻ അനന്തിന് പോലും കഴിയില്ല എന്ന് പറയും പോലെ ചിന്താലയം ഭഗവാൻ ഒരു മഹാവതാരമാണ്. ഈ 66,000 ഋഷീശ്വരന്മാരിൽ ഈ 66,000 പേരും മഹായോഗികളാണല്ലോ, ബ്രഹ്മജ്ഞാനികളാണ്, ബ്രഹ്മത്തെ കണ്ടവരാണ്, അറിഞ്ഞവരാണ്. അതുപോലെയാണ് ചിന്താലയം ഭഗവാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹം കടല് പോലെയാണ്, അനന്തമാണ്. ആ സ്നേഹാമൃതമെന്ന് തന്നെ നമുക്ക് പറയാം. ആ സ്നേഹാമൃതത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ ഭാഗ്യമുള്ളവരാണ്, സംശയം വേണ്ട. അവിടെ പരിസരത്തുള്ള പലർക്കും കഴിഞ്ഞിട്ടില്ല, എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്ന അപൂർവം ചില ആളുകൾക്ക് അത് ഭഗവാൻ അറിയാം. യമന് കൊടുത്താൽ നിൽക്കും. യമന് വേണ്ടി എന്തെങ്കിലും നമ്മളൊരു 2 വാക്ക് പറഞ്ഞാൽ ആ വാക്ക് സരസ്വതി ചൈതന്യമായി മാറി അവൻ്റെ ഉള്ളിൽ ചെന്ന് അവനെ ധന്യനാക്കും, അവൻ്റെ മാനവജന്മ ലക്ഷ്യം സാർത്ഥകമാക്കാൻ സഹായിക്കുമെന്ന് ഭഗവാൻ അറിയാം. അല്ലാത്തവരോട് ഭഗവാൻ ഇങ്ങനെ തന്നെ പറയും, പിള്ള വയ്ക്കോളൂ. അല്ല, അതിന് ഭഗവാൻ തന്നെ പലപ്പോഴും ഇരുന്ന് പറയണ ഒരു വാക്യമുണ്ട്, കാടരോട് മൂടരോട് വേദമുരയാതെ, ചേനയോട് ചേമ്പിനോട് ദേഹമുരയാതെ. അപ്പോൾ കാടൻ്റെയും മൂടൻ്റെയും പോയി വേദം അവനൊരു കാര്യമില്ല. അതുപോലെ ചേനയിലെയും ചേമ്പിൻ്റെ അടുത്ത് പോയി ദേഹം വരുന്ന അത്രയും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഭഗവാൻ അങ്ങനെ മോശമായ വാക്കുകൾ പ്രയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ഭഗവാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ആർക്കെങ്കിലും ഗുണപ്രദമായിരിക്കും. അല്ലെങ്കിൽ സ്വാമി സംസാരിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞ പോലെ കണ്ടല്ലോ, എന്തോന്ന് സ്വാമിയെ കാണാമെന്നോ, കണ്ടല്ലോ, ശരി പൊയ്ക്കോളൂ, അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് അത് വഴിയൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അന്നദാന പ്രഭുവാണ്, അന്നദാന സ്നേഹസ്വരൂപനാണ്. പക്ഷേ ഒരു പ്രാവശ്യം എങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു. പിന്നെ രണ്ടാമത് വരണമെങ്കിൽ അവന് യോഗം വേണം. സെക്കൻഡ് അവിടെ തിരിച്ച് വരണമെങ്കിൽ ഒരു പിറന്നാളിന് ഉണ്ണാൻ പൈസ അറിയാൻ ഞാനൊരു വലിയ തെറ്റ് കാണിച്ചു. തലയ്ക്ക് മുകളിൽ കൈവച്ച് അദ്ദേഹത്തെ തൊഴുതു. അപ്പം അദ്ദേഹം ശകാരിച്ചു. അപ്പോഴെന്നെ സൂക്ഷിച്ചു, ദേഷ്യത്തിൽ നോക്കി. പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും പോയല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, പിള്ളേ ഞാൻ ദൈവമൊന്നുമല്ല, എന്നെ കണ്ട് പിള്ള തലയ്ക്ക് മുകളിൽ കൈവച്ച് ഞാൻ പറഞ്ഞു, അങ്ങ് എനിക്ക് ഭഗവാനാണ്, അങ്ങ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നും എന്താണെന്നും എനിക്കറിയാം, അങ്ങ് ലോകരക്ഷാർത്ഥം അവതരിച്ച പുരുഷനാണെന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല. മനസ്സിലായി. അല്ലാതെ ഈ ഒന്നും അറിഞ്ഞൂടാത്തൊരു സഹസ്രദളത്തിൽ കൈവച്ച് തൊഴുക എന്ന് പറയുമ്പം അവനെ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. തലയ്ക്ക് മുകളിൽ കൈ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും അതീതനായി. പിന്നെ അതാണ് അദ്ദേഹം എന്നെ എല്ലാത്തിനും അതീതനായില്ലേ. അപ്പോൾ ആ ശരിക്ക് പരാശക്തിയുടെ ഇരിപ്പിടമായി. അപ്പോൾ അത് അത്രയും എല്ലാവരും സ്വാമിയെ മുമ്പ് കാണാൻ പറ്റും. ഭഗവാൻ ശല്യം കൊണ്ട് നിർത്തലാക്കിയ ഒന്നാണ് അവിടെ സാഷ്ടാംഗ പ്രണാമം കിടക്കുക. അവിടെ ചെന്ന് ഒറ്റ കിടങ്ങ് കിടക്കും. മനസ്സിലായി, അവിടെ ഒന്നും നോക്കില്ല, ഭഗവാന്റെ മുമ്പ് പോയി അങ്ങ് കിടക്കും. പിന്നെ വേണമെങ്കിൽ അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തന്നാലും എണീക്കൂല. അവസാനം സ്വാമി അവിടെ എഴുതി വെക്കേണ്ടി വന്നു, ഇവിടെ സാഷ്ടാംഗ പ്രണാമം നിർത്തലാക്കി. കാരണം ഒരു കാര്യമില്ല, വന്ന ഉടനെ അങ്ങ് വിഴയാണ്. ഒരു ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്, സജ്ജനങ്ങളെ കാണുന്ന മാത്രമേ ലജ്ജ കൂടാതെ വീണു നമിക്കണം, നല്ല നയിക്കണം. പക്ഷേ അന്ന് കിടക്കണവന് അതിനുള്ള യോഗം വേണം. ആരെ മുമ്പ് കിടക്കുന്നു എന്ന് മനസ്സിലാക്കണം, അല്ലേ? ആരെ മുമ്പ് കിടക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും കല്ലിന്റെ മുള്ളിന്റെ മുമ്പ് ചെന്ന് കിടക്കണല്ല, ഈ സാക്ഷാൽ ഈശ്വരന്റെ മുമ്പെയാണ് കിടക്കുന്നത്. ഈശ്വരന്റെ മുമ്പ് കിടക്കണമെങ്കിൽ അതിന് ശകലമെങ്കിലും യോഗം വേണ്ടേ കിടക്കണതിന്? ഇത് ചുമ്മാ അങ്ങ് ഇതൊക്കെ പറയണോ, എല്ലാ ഭാഗവും കേട്ടോണ്ടിരിക്കല്ലേ. അല്ല, ഇലക്ഷൻ നിന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി,
നേരത്തെ ജാതകത്തിൽ സന്യാസിയെ കൊണ്ടെന്ന് പലരും നോക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങക്ക് എന്നെ അറിയുകയും ചെയ്യും. അതെ കടുത്ത സന്യാസയോഗമാണ്. അതെ, നിങ്ങൾ ഒരുപാട് ദുരിതപ്പെടും, ഈ ലോകത്തുള്ള എല്ലാവരുടെയും അടിയും തുപ്പലും ഏൽക്കേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു സാറേ, കുട്ടിയിലെ ഇത് പലരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ളതുകൊണ്ട് വിഷമമില്ല. മറ്റത് ഞാനങ്ങ് തളർന്നു പോയിരുന്നു. എന്നാലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന്. അങ്ങനെ കരഞ്ഞതിന് കണക്കില്ല. പക്ഷേ ഞാൻ ആരോടും പരിഭവപ്പെടാനോ, ഞാനിത് അനുഭവിക്കുന്നത് എൻ്റെ കർമ്മഫലമാണെന്ന് എനിക്കറിയാം. അതെ. പിന്നെ പൂർവ്വജന്മത്തിൽ ഇപ്പം അങ്ങേക്ക് ചിന്താലയം ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും വേണ്ടുവോളം കിട്ടിയതുപോലെ സന്യാസയോഗം ഉള്ളത് കൊണ്ട് ഞാൻ ഈ അനുഭവിക്കാൻ ഒന്നുമില്ല സാറേ, എന്തെല്ലാം അനുഭവിച്ചതെന്നറിയാം.